അവർക്ക് വീടില്ല, ആഹാരമില്ല, തൊഴിലില്ല. അപ്പം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുവാനും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ നടപടികളെ ദുർവ്യാഖ്യാനം ചെയ്യുവാനും ആളുകളിൽ അസ്വസ്ഥത ഉണ്ടാക്കുവാനും കലാപം സൃഷ്ടിക്കുവാനും പ്രവർത്തകരെ വിലയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്, പ്രധാന മാധ്യമങ്ങളെ വിലയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു മസ്തിഷ്ക പ്രക്ഷാളനം നടത്താനുള്ള, ബ്രെയിൻ വാഷിംഗ് നടത്താനുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒളിച്ചു വെച്ചിരിക്കുന്ന വിഷത്തിൻ്റെ വീര്യം പൊതുസമൂഹം മനസ്സിലാക്കണം. മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് പല വിധത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഈ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നിഷ്പക്ഷരായ ചില ആളുകളെ മുന്നിൽ നിർത്തി കളിക്കാനാണ് ഡീപ് സ്റ്റേറ്റ് തയ്യാറായിട്ടുള്ളത്. ബംഗ്ലാദേശിൽ കലാപം ഉണ്ടായപ്പോൾ അമേരിക്കയിലുണ്ടായിരുന്ന മുഹമ്മദ് യൂനുസിനെ വിളിച്ചു വരുത്തിയാണ് അവിടുത്തെ പ്രധാനമന്ത്രിയാക്കിയത് എന്ന് നമ്മൾ മറന്നിട്ടില്ല. ഇവിടെ ഇന്ത്യ വളരെ വിപുലമായ ഒരു രാജ്യമാണ്. ഒട്ടേറെ സംസ്കാരങ്ങളും ഭാഷകളും വൈരുദ്ധ്യങ്ങളും ഉള്ള രാജ്യമാണ്. ഇതിലെല്ലാം ഉപരിയായിട്ട് ഒരു ഉറച്ച ഗവൺമെൻറ് ഇന്ത്യയിലുണ്ട്. ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയമായി നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ചില ബുദ്ധിജീവികളെ അവർ രംഗത്ത് ഇറക്കിയിരിക്കുകയാണ്. അതിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്ന SY ഖുറേഷി, അതുപോലെ തന്നെ ലോക്സഭയിൽ സെക്രട്ടറി ജനറലായിരുന്ന PDT ആചാരി, ചില അഭിഭാഷകർ, ചില സർവകലാശാല പ്രൊഫസർമാർ, ഇങ്ങനെ വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന ആളുകളെ പലരെയും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് വിലയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അവർ ജനങ്ങളെ സമീപിക്കുന്നത് പ്രസ്താവനകളിലൂടെ, അതുപോലെ തന്നെ ലേഖനങ്ങളിലൂടെ, പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന ലേഖനങ്ങളിലൂടെ, അതുപോലെ തന്നെ ചില സോഷ്യൽ മീഡിയയിലൂടെ, ചാനലിലെ ചർച്ചകളിലൂടെ, അങ്ങനെ ഒരു ജനകീയ അഭിപ്രായം ഗവൺമെൻറ്റിനെതിരെ വളർത്തിയെടുക്കുവാനാണ് ഇവർ ശ്രമിക്കുന്നത്. കാരണം പ്രതിപക്ഷം ഏതാണ്ട് പരാജയപ്പെട്ടു കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയെ ഇന്ത്യയിലെ ജനങ്ങൾ കാര്യമായി പരിഗണിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നില്ല എന്ന് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന് ബോധ്യപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് ഇവരെ ഇത്തരം ആളുകളെ ഇറക്കിയിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്ന SY ഖുറേഷി അതേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. ആ സ്റ്റേറ്റ്മെൻറ്റിൽ അദ്ദേഹം പറഞ്ഞത്, നേപ്പാളിലെ യുവാക്കൾ നടത്തിയ കലാപം ഇന്ത്യയിലെ യുവാക്കൾ കണ്ടുപഠിക്കണം, അത് ജനാധിപത്യം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി നടത്തിയ ഒരു കലാപമാണ് എന്നാണ്. കഴിഞ്ഞ ദിവസം, അതായത് 2025 സെപ്റ്റംബർ 24 ലഡാക്കിൽ ആരംഭിച്ച കലാപം അതിൻ്റെ ഒരു സൂചന മാത്രമായിട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഇന്ത്യക്കാർ കരുതിയിരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. പ്രത്യേകിച്ച് രാജ്യസ്നേഹികളായ ഇന്ത്യക്കാരെ കരുതിയിരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക്. കഴിഞ്ഞ ദിവസം മാതൃഭൂമി പത്രത്തിൽ അമിതാഭ് മട്ടു എന്ന് പറഞ്ഞ JNUവിലെ ഒരു പ്രൊഫസറുടെ ലേഖനം ഉണ്ടായിരുന്നു. ഞാൻ ആ ലേഖനം മുഴുവൻ വായിച്ചു നോക്കി. കാശിന് കൊള്ളാത്ത ഒരു ലേഖനമാണ്. അദ്ദേഹം എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്തിനാണ് ഗവൺമെൻറ്റിനെ വിമർശിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ വിമർശനം കൊണ്ട് അദ്ദേഹം എന്താണ് ലക്ഷ്യമാക്കുന്നത് എന്ന് എനിക്ക് വായിച്ചിട്ട് മനസ്സിലായില്ല. സമീപത്തെ രാജ്യങ്ങളെല്ലാം ഇന്ത്യക്കെതിരായിട്ട് തിരിയുകയാണെന്നും ഇതുവരെ അവരെല്ലാം ഇന്ത്യയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഈ മട്ടു പറയുന്നത്. പാകിസ്ഥാനും നേപ്പാളും ശ്രീലങ്കയൊക്കെ ഇന്ത്യയുടെ ഭയങ്കര സ്നേഹമായിരുന്നു. നരേന്ദ്രമോദി വന്നപ്പോൾ ഇവരെല്ലാം വിട്ടുപോയി എന്നുള്ള മട്ടിലാണ് ഈ JNUവിലെ ഈ പ്രൊഫസറുടെ ലേഖനം പറയുന്നത്. മാതൃഭൂമി പത്രം കുറച്ചു കാലമായി ലേഖനങ്ങളിലൂടെ ഇന്ത്യക്കാരെ, പ്രത്യേകിച്ച് മലയാളികളെ ഉദ്ധരിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഒരു കാലത്ത് മാതൃഭൂമി ലേഖനങ്ങളിലൂടെ നിരന്തരമായി കേരളീയരെ പ്രബുദ്ധരാക്കിക്കൊണ്ടിരുന്നത് അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടിരുന്ന വീരേന്ദ്രകുമാർ ആയിരുന്നു. സ്ഥിരമായിട്ട് അദ്ദേഹത്തിൻ്റെ ലേഖനം, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ പത്രപ്രസ്താവനകൾ, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ, അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണം, ഇങ്ങനെ നിരന്തരമായിട്ട് വീരേന്ദ്രകുമാർ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീരേന്ദ്രകുമാർ തന്നെ തെരഞ്ഞെടുപ്പിൽ നിന്ന് പരാജയപ്പെട്ടു പോയി. അപ്പോൾ അദ്ദേഹം പേനായ അദ്ദേഹത്തിൻ്റെ മകനെ ശ്രേയാംസ് കുമാറിനെ ഏൽപ്പിച്ചിട്ട് പോയി. ശ്രേയാംസ് കുമാർ എഴുതി കുഴഞ്ഞപ്പോൾ ഇപ്പം മറ്റു ചില ആളുകളെ കൊണ്ടാണ് എഴുതിക്കുന്നത്. ഡൽഹിയിൽ ഒരു വക്കീലിനെ കൊണ്ട് എഴുതിക്കും. എന്ത് ഗവൺമെൻറ് നയം സ്വീകരിച്ചാലും വക്കീൽ അതിന് വിമർശനവുമായിട്ട് വരും. അതല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരനെ കൊണ്ട് ലേഖനം എഴുതിക്കും. KC വേണുഗോപാലിനെ കൊണ്ട് ലേഖനം എഴുതിച്ചു, എന്നിട്ട് രാഹുൽ ഗാന്ധിയെ കൊണ്ട് ലേഖനം എഴുതിച്ചു,
അതിലെല്ലാം ഉപരിയായിട്ട് നമ്മുടെ ചിദംബരം ചെട്ടിയാരെ കൊണ്ട് ലേഖനം എഴുതിച്ചു. അതൊക്കെ മടുത്തു കഴിഞ്ഞു, അതൊന്നും അങ്ങോട്ട് ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് JNUവിൽ നിന്ന് പുതിയൊരു അവതാരത്തിനെ ഇറക്കിയത്. അമിതാഭ് മട്ടു അദ്ദേഹമാണ് ലേഖനം എഴുതിയിരിക്കുന്നത്. അയാൾ എഴുതിയ എന്താ നായകം അറിയത്തില്ല, വായിക്കുന്ന നമുക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ മാതൃഭൂമിയിൽ ഈ ലേഖനം വരുന്നതിനകത്ത് വലിയ കാര്യമില്ല, കാരണം ഇതൊന്നും ആരും വായിക്കുന്നില്ല. മാതൃഭൂമി പത്രം തന്നെ ആരും വായിക്കുന്നില്ല. പിന്നെ അതിനകത്ത് ലേഖനത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഇത് കേരളത്തിലാണ് ഇത് നടക്കുന്നതെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ വ്യത്യസ്തമായി എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരം വിലയ്ക്ക് വാങ്ങിയ ബുദ്ധിജീവികളെ കൊണ്ട് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. നമ്മളിത് വളരെ ഗൗരവമായി തന്നെ കാണണം. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുവാനും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ നടപടികളെ ദുർവ്യാഖ്യാനം ചെയ്യുവാനും ആളുകളിൽ അസ്വസ്ഥത ഉണ്ടാക്കുവാനും കലാപം സൃഷ്ടിക്കുവാനും ഇവർ നടത്തുന്ന ശ്രമത്തെ സിവിൽ സൊസൈറ്റി, പൊതുസമൂഹം കരുതലോടെ കാണണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. 2025 സെപ്റ്റംബർ 24 ലഡാക്കിലെ കലാപം തുടങ്ങിയത്. ഈ കലാപത്തിൻ്റെ പ്രഭവ കേന്ദ്രം ലഡാക്കിൻ്റെ തലസ്ഥാനമായ ലേ ആണ്. ഏറ്റവും വലിയ പ്രത്യേകത, അവിടെ ഈ കലാപത്തിന് നേതൃത്വം നൽകിയത് രാഷ്ട്രീയ നേതാവല്ല, മറിച്ച് ഒരു പരിസ്ഥിതി പ്രവർത്തകനായ സോനം വാങ്ചുക് എന്ന ആളാണ്. അയാൾ നിരാഹാരമിരിക്കുന്നു. അവരുടെ ആവശ്യം ലഡാക്കിനെ ഒരു സ്റ്റേറ്റായിട്ട് പ്രഖ്യാപിക്കുക, അതുപോലെ തന്നെ ലഡാക്ക് എന്ന് പറയുന്ന പ്രദേശത്തെ 9ാം ഷെഡ്യൂളിൽ പെടുത്തുക. ഇങ്ങനെ പെട്ടെന്നൊന്നും ഗവൺമെൻറ് തീരുമാനമെടുക്കാനൊക്കാത്ത ചില കാര്യങ്ങൾ മുന്നിൽ നിർത്തിയാണ് വളരെ പെട്ടെന്ന് ഈ കലാപം തുടങ്ങുന്നത്. അപ്പം ലഡാക്ക് ഒരു സ്റ്റേറ്റ് ആയതുകൊണ്ടോ 9ാം ഷെഡ്യൂളിൽ പെട്ടതുകൊണ്ടോ പെട്ടെന്നൊന്നും ലഡാക്കിൽ കാര്യമായ ഒരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്നില്ല. പക്ഷേ അവർ ഈ കലാപം ആരംഭിച്ചപ്പോൾ ആദ്യം ചെയ്തത് BJPയുടെ ആഫീസ് ആക്രമിക്കുകയായിരുന്നു. അപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യം വളരെ വളരെ വ്യക്തമാണ്. അവിടെ നടത്തുന്ന ഈ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണം ഇന്ത്യയിലെ മാവോവാദികൾ നടത്തുന്ന അക്രമത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ. ഇന്ത്യ സ്വാതന്ത്ര്യമായ കാലം മുതൽ തന്നെ ചൈനീസ് ഡീപ് സ്റ്റേറ്റ് ഇന്ത്യ ഗവൺമെൻറ്റിനെ അസ്ഥിരപ്പെടുത്താനോ ദുർബലമാക്കുവാനോ കലാപങ്ങൾ ഉണ്ടാക്കാനോ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരുന്നു. വനാന്തരങ്ങളിൽ കഴിയുന്ന മാവോവാദികൾക്ക് ആയുധവും പണവും നൽകി അവരെ പ്രോത്സാഹിപ്പിച്ചു. നമ്മുടെ സൈനികരെ ആക്രമിക്കുക എന്നുള്ളതായിരുന്നു മാവോവാദികളുടെ പ്രധാന പരിപാടികളിൽ ഒന്ന്. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഗ്രാമങ്ങൾ പിടിച്ചെടുത്ത് പിന്നീട് അതിനുശേഷം പട്ടണങ്ങളിലേക്ക് നീങ്ങുക എന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ശൈലിയുള്ള ഒരു വിപ്ലവം നടത്താം എന്ന് കരുതിയാണ് ഈ മാവോവാദികൾ കാടുകളിൽ ഒളിച്ചിരുന്ന് ഈ അക്രമം നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ മാവോവാദികളുടെ സ്വാധീനം നമുക്ക് ചെറുതായിട്ട് കാണാൻ കഴിയില്ല. അവർ ആദിവാസി മേഖലകളിലും ഉൾവനങ്ങളിലുമാണ് പിടിമുറുക്കിയിരിക്കുന്നത്. ആദിവാസികളെ അവർക്ക് പെട്ടെന്ന് കയ്യിലെടുക്കാൻ കഴിയുന്നതിൻ്റെ കാരണം ആദിവാസികളുടെ ജീവിത സാഹചര്യം വളരെ ദുസ്സഹമായിരുന്നു. അവർക്ക് വീടില്ല, ആഹാരമില്ല, തൊഴിലില്ല. അപ്പം വികസനം ചേരാത്ത ഇത്തരം ഗ്രാമപ്രദേശങ്ങളിലാണ് ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളെ കൈകളിലെടുത്തുകൊണ്ട് അവിടെ അധികാരം സ്ഥാപിച്ച് തുടർന്ന് പട്ടണങ്ങളിലേക്ക് വിപ്ലവം വ്യാപിപ്പിക്കാം എന്നുള്ള മോഹത്തോടു കൂടിയാണ് അവർ നീങ്ങിയത്. അവരുടെ നീക്കം ദുർബലമായി നമുക്ക് കാണാൻ പറ്റില്ല. 2013 വരെയുള്ള മാവോവാദികളുടെ വളർച്ച നോക്കിയാൽ 182 ജില്ലകൾ പൂർണ്ണമായും മാവോവാദികളുടെ നിയന്ത്രണത്തിലായിരുന്നു. അവിടെ ഒരു ഗവൺമെൻറ് മിഷനറിയും വർക്ക് ചെയ്യുന്നില്ല. കളക്ടർമാർക്ക് അങ്ങോട്ട് പോകാൻ ഭയമാണ്, പോലീസ് ഫോഴ്സിന് അങ്ങോട്ട് പോകാൻ ഭയമാണ്, കരം പിരിക്കുന്നത് മാവോവാദികളാണ്, പരിപൂർണ്ണ നിയന്ത്രണം മാവോവാദികളുടെ കയ്യിലായിരുന്നു. അപ്പോൾ അത്തരം പ്രദേശങ്ങളിലുള്ള ക്വാറികൾ എടുത്തിട്ടുള്ള കോൺട്രാക്ട് എടുത്തിട്ടുള്ള ആളുകൾ മാവോവാദികൾക്ക് കപ്പം കൊടുക്കണമായിരുന്നു, ജനങ്ങൾ മാവോവാദികൾക്ക് കരം കൊടുക്കണമായിരുന്നു. അങ്ങനെ 182 ജില്ലകൾ നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. 182 ജില്ലകളിൽ അവരാധിപത്യം ഉറപ്പിച്ചിരുന്ന സമയത്താണ് 2014 മോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. കർശനമായ നടപടിയാണ് മോദി ഗവൺമെൻറ് മാവോവാദികൾക്കെതിരെ എടുത്തത്. 2018 ആയപ്പോൾ അവരുടെ സ്വാധീനം 182 ജില്ലകളിൽ നിന്ന് 90 ജില്ലകളിലേക്ക് കുറഞ്ഞു. 2021 ആയപ്പോൾ അവരുടെ സ്വാധീനം 70 ജില്ലകളിലേക്ക് കുറഞ്ഞു. 2024 അത് 18 ജില്ലകളിലേക്ക് ഒതുങ്ങി. ഇന്ന് ഇന്ത്യയിലെ 18 ജില്ലകളിലാണ് മാവോവാദികളുടെ സാന്നിധ്യം ഉള്ളത്. അവർ അതുവഴി പോകുന്ന മിലിറ്ററി ട്രക്കുകളൊക്കെ ആക്രമിക്കുക, നമ്മുടെ പട്ടാളക്കാരെ കൊല്ലുക. നമ്മുടെ പട്ടാളക്കാരെ കൊല്ലുക എന്ന് പറയുന്നത് ചൈനയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ പട്ടാളക്കാരെ അവർ കൊല്ലുന്നത്, അല്ലാതെ നമ്മുടെ പട്ടാളക്കാർ അവരോട് ക്രൂരതയും ചെയ്യുന്നതുകൊണ്ടല്ല, ചൈനയ്ക്ക് വേണ്ടി അവർ കൊല്ലുകയാണ്. അവരുടെ ബുദ്ധികേന്ദ്രമായിരുന്നു. എല്ലാ നീക്കങ്ങൾക്കും ചുക്കാൻ പിടിച്ചിരുന്ന വളരെ സമർത്ഥനായ ഒരു മാവോവാദിയായിരുന്നു. വളരെ ദീർഘവീക്ഷണമുള്ള സൈനിക നീക്കങ്ങൾ കൃത്യമായി കരുക്കൾ നീക്കാൻ അറിയാവുന്ന ഒരാളായിരുന്നു ബസവരാജു എന്ന അവരുടെ നേതാവ്.
ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ബസവരാജുവിനെ നമ്മുടെ സൈന്യം വെടിവെച്ചു കൊന്നു. ബസവരാജുവിൻ്റെ തലയ്ക്ക് ലക്ഷക്കണക്കിന് രൂപ വില പറഞ്ഞിരുന്ന ആളാണ്. അതോടുകൂടി മാവോവാദികൾ ഏതാണ്ട് ദുർബലമായ അവസ്ഥയിലെത്തി. ഇന്ന് നിരവധി മാവോവാദികൾ ആയുധം വെച്ച് കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ശരി, നമ്മുടെ ഹോം മിനിസ്റ്റർ അമിത്ഷാ ഒരു കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ വെളിപ്പെടുത്തി. 2026 മാവോവാദികളെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യും എന്ന്. അവ കാടുകളിൽ ഒളിച്ചിരുന്ന് ചൈനീസ് ഡീപ് സ്റ്റേറ്റിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ്റിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന, ഏറ്റവും ഫലപ്രദമായ ശ്രമം നടത്തിക്കൊണ്ടിരുന്ന മാവോവാദികൾ ഏതാണ്ട് ദുർബലമായി കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് കടന്നു വന്ന് ഇത്തരം വനങ്ങളിലുള്ള കലാപരിപാടികളൊക്കെ നിർത്തിവെച്ചിട്ട് പട്ടണങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയതിൻ്റെ ആദ്യത്തെ റിസൾട്ടാണ് നമ്മൾ ലഡാക്കിൽ കാണുന്നത്. ലേയിൽ അവിടെ നടത്തിയത്, ഈ കലാപങ്ങൾ നടത്തിയത് ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ് എന്ന് പറയുമ്പോൾ ഞാനീ പറയുന്നതിൻ്റെ പ്രാധാന്യം കൃത്യമായി പ്രേക്ഷകർക്ക് മനസ്സിലാവും. ഇത്തരം ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് കരുക്കൾ നീക്കുന്നത്. മാവോവാദികളെ ഫലപ്രദമായി ഇന്ത്യ ഗവൺമെൻറ്റിനെ നേരിടാൻ കഴിഞ്ഞത് ആയുധം കൊണ്ട് മാത്രമല്ല, വികസനം എത്തിച്ചേരാഞ്ഞ ഗ്രാമങ്ങളിലൊക്കെ വികസനമെത്തി. ആശുപത്രികളില്ലാത്തടത്ത് ആശുപത്രി വന്നു, അതുപോലെ തന്നെ വൈദ്യുതി ഇല്ലാത്തടത്ത് വൈദ്യുതി എത്തി, റോഡുകളെത്തി, സ്കൂളുകളെത്തി, ആദിവാസികൾക്ക് വാസയോഗ്യമായ വീടുകൾ ഘട്ടം ഘട്ടമായി വെച്ചു കൊടുക്കുന്നു. അപ്പോൾ മാവോവാദികളോടൊപ്പം വനത്തിൽ കഴിഞ്ഞ ആദിവാസികൾ അതൊക്കെ ഉപേക്ഷിച്ച് സുഖകരമായ സൗകര്യം ഗവൺമെൻറ് ചെയ്തു കൊടുത്തപ്പോൾ അവിടെ ഇങ്ങോട്ട് മാറുകയും ജനങ്ങൾ തന്നെ മാവോവാദികളെ ചെറുത്ത് നിൽക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഇതാണ് മാവോവാദികളെ ദുർബലമാക്കിയ ഒരു പ്രധാനപ്പെട്ട ഘടകം. പക്ഷേ നമ്മൾ പരിഗണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ലഡാക്കിലെ ലേയിൽ ആരംഭിച്ച ഈ കലാപം നാളെ ലക്നൌവിലേക്ക് മാറിക്കൂടാ എന്നില്ല, മറ്റന്നാളിലെ ലൂധിയാനയിലേക്കും മാറിക്കൂടാ എന്നില്ല. ഇത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒന്നാണ്. ഈ ഗവൺമെൻറ്റിനെ അസ്ഥിരപ്പെടുത്താൻ, ഗവൺമെൻറ് ചെയ്യുന്ന ജനോപകാരപ്രദമായ നടപടികളെ എതിർക്കാൻ എല്ലാത്തിനെയും എടുത്തുകൊണ്ടിരിക്കുക. ഗവൺമെൻറ് സ്വീകരിക്കുന്ന ജനവിരുദ്ധ നടപടികളെ എതിർക്കുന്നതിന് പ്രതിപക്ഷത്തിന് എല്ലാ അവകാശമുണ്ട്. തീർച്ചയായിട്ടും അത്തരം നടപടികൾ എടുക്കുകയാണെങ്കിൽ അത് സ്വാഗതാർഹവുമാണ്. പക്ഷേ അതല്ല ചെയ്യുന്നത്. മറിച്ച് ഗവൺമെൻറ് ചെയ്യുന്ന ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളെ, രാജ്യസ്നേഹപരമായ പ്രവർത്തനങ്ങളെ എതിർക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ വളർത്തിയെടുക്കാൻ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ആഗ്രഹിക്കുന്നത്. അതിന് അവർ പത്രപ്രവർത്തകരെ വിലയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്, പ്രധാന മാധ്യമങ്ങളെ വിലയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം ഇത്തരം ബുദ്ധിജീവികളിലൂടെ ചെയ്യാൻ കഴിയുമോ എന്ന ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രസ്താവനകളിലും ഇവരുടെ ലേഖനങ്ങളിലും ഒക്കെ ഒളിച്ചു വെച്ചിരിക്കുന്ന വിഷത്തിൻ്റെ വീര്യം പൊതുസമൂഹം മനസ്സിലാക്കണം. ഇതാരും വായിക്കാത്തതുകൊണ്ട് വലിയ ഗൗരവമില്ല എങ്കിൽ പോലും ഘട്ടം ഘട്ടമായിട്ട് ആളുകളെ ഒരു മസ്തിഷ്ക പ്രക്ഷാളനം നടത്താനുള്ള, ബ്രെയിൻ വാഷിംഗ് നടത്താനുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു പറ്റം രാജ്യവിരുദ്ധർ നടത്തുന്ന ശ്രമത്തെ, അതിനെ പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ രാജ്യത്തെ രാജ്യസ്നേഹികൾക്കായിട്ട് ഉള്ള രാജ്യസ്നേഹികളായ ജനങ്ങൾക്കുണ്ട്. അത് തിരിച്ചറിയേണ്ട ഒരു കാര്യത്തിലേക്കാണ് ലേയിൽ നടക്കുന്ന ഈ കലാപം വിരൽ ചൂണ്ടുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.